കൊടിവേലിലെ ജോണിക്കുട്ടിയുടെ മകനാണ് ലിജോ. എൻ്റെ ഭാര്യയാണ് ലിനു. കേട്ടു. കൊടുവേലിലെ ജോണിക്കുട്ടി പള്ളിക്കത്തോട് താമസിക്കുന്നു. അവൻ ഇന്നലെ വൈകിട്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടെ ഉണ്ടോയെന്ന് ഞാൻ കണ്ടില്ല. ഇന്ന് വന്നിട്ടില്ല. ഇന്ന് അവൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് ബാക്കി എല്ലാവരെയും കൂടെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പള്ളിക്കത്തോടാണ് താമസിക്കുന്നത്. അവരെ നിങ്ങൾ കണ്ടു. നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയതായിട്ട് വന്ന അംഗത്തെയും നിങ്ങൾ പരിചയപ്പെട്ടു. ഇനി എവിടെ വെച്ച് നിങ്ങൾ കണ്ടെന്നാൽ നിങ്ങൾ വർത്തമാനം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. വേറെയൊക്കെ ഉള്ളിടത്തൊക്കെ നടത്തുമ്പോഴും ഇവിടുത്തെ കൊച്ചുമോനാണ് റോസപ്പൂ വാങ്ങിച്ചു കൊടുക്കുക പതിവ്. ഇവിടെ ആയതുകൊണ്ടായിരിക്കും ഇല്ലാത്ത. ഇവിടെ ആയതുകൊണ്ട് ഇല്ലെന്ന് തോന്നുന്നു. ആ ഇനി നിങ്ങൾ പുത്തമ്പരിയിൽ തങ്കച്ചിന്റെ മകനാണ് സുജിത്. ഇവന്റെ ഭാര്യ സ്വീറ്റി. എന്നെ എല്ലാവർക്കും അറിയാവുന്ന തന്നെ തോന്നുന്നു. കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും തോന്നുന്നില്ല. തങ്കച്ചൻ്റെ മോന് നിങ്ങൾ കണ്ടു. അവരും പുതിയതായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് ചേർന്ന ഒരു അംഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇങ്ങനെ കാണിക്കുന്ന ഇവർ നമ്മളെ കാണുമ്പോഴും നമ്മൾ അവരെ കാണുമ്പോഴും അറിയില്ല എന്ന് പറയരുത്. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഞാൻ ചെറുപ്പുറത്ത് സണ്ണിയുടെ മകനാണ്. എൻ്റെ പേര് അജു. ഇത് അനു. ഒഫീഷ്യൽ നെയിം അനു എന്നാണ്. വീട്ടിൽ വിളിക്കുന്നത് റിന്റു എന്നാണ്. ഇന്നലെ ആയിരുന്നു കല്യാണം. അപ്പം അതൊരു വലിയൊരു ചാൻസാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ ഉടനെ കുടുംബയോഗം കൂടാൻ കിട്ടിയ വലിയൊരു അവസരം. ഓക്കെ, പരിചയപ്പെട്ട് കഴിഞ്ഞു. താങ്ക് യു. അടുത്തതായിട്ട് അനുമോദന പ്രസംഗമാണ്. അതിനാണോ ടീച്ചർ വന്നതിനാണോ? വരാത്ത 3 പേരുടെ എന്നതാ പറയുന്നത്. ആശംസ. ഇവിടെ വിവാഹിതരായിട്ട് പുതിയതായിട്ട് വന്ന ആണോ? ഉണ്ടായിരുന്നോ? അപ്പം കൊടുവേലിലെ വർക്കിയച്ചൻ്റെ മകൻ ലിബുവും വൈഫും അവര് പുതിയതായിട്ട് വന്നതാണ്. അങ്ങനെ ഈ വർഷം 6 കപ്പിൾസാണ് നമുക്കുണ്ടായത്. 6 പേര്. ഒന്ന് ഓട്ടപ്പനിക്കില് ബാബുക്കുട്ടിയുടെ മകൻ ലിബിന്. പിന്നെ വേറെ ആരും ഒരാളൂടെ ഉണ്ടല്ലോ, ചാക്കാലിലെ അച്ചൻകുഞ്ഞിൻ്റെ മകൻ ജോജോ. ഇത്രയും പേരാണ് ഈ വർഷം വിവാഹിതരായത്. അനുമോദന പ്രസംഗമാണ് അടുത്തതായിട്ടുള്ളത്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് വളരെ വളരെ ഉയരത്തിൽ എത്തിയ പല വ്യക്തികൾ ഉണ്ട്. ഇവിടെ കുട്ടികളുണ്ട്. ഇത് ഒരു മാഗസിൻ്റെ കട്ടൗട്ടാണ്. മാഗസിനുള്ള ന്യൂസാണ്. 2 പേജ് പടവും ന്യൂസും ഒക്കെ ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ മുമ്പിലിരിക്കുന്ന ജോയ്സിനെ കുറിച്ചുള്ളതാണ്. ജോയ്സിന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഒരു അംഗീകാരം പഴയ സെമിനാരിൽ വെച്ച് നടന്നു. അതിൽ ഞാനും ഒക്കെ പോയിരുന്ന ആളാണ്. അവിടെ ജോഷുവ അച്ഛനും KM ജോർജിനും ഒക്കെ പറയുന്ന കേട്ടെന്നാൽ എനിക്കങ്ങ് കോരിത്തിരിച്ചു പോയി. തലയിൽ മുടി ഇല്ലെങ്കിലും മുടി പൊങ്ങിപ്പോയി. അത്രയ്ക്ക് ഭയങ്കരമായിരുന്നു. അപ്പം ഞാൻ അത്രയും പൊങ്ങിയെങ്കിൽ ജോയ്സ് എന്ന് മാത്രം പൊങ്ങിക്കാണും. അങ്ങനെ വളരെ വളരെ സ്തുത്യർഹമായിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനമായിട്ട് എന്തൊക്കെ പറഞ്ഞാൽ ഒക്കുമെന്ന് എനിക്കറിയില്ല. ആ ഒരു സർക്കിളിൽ ജോഷുവാച്ചൻ വന്ന് പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ അകത്ത് പോക്കറ്റിൽ കൈയിട്ട് ഒരു പ്രത്യേകം പേന വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു. അത് ജോയ്സിന് കൊടുത്തതിന് ശേഷമാണ് പ്രസംഗം തുടങ്ങിയത്. അപ്പോൾ ജോയ്സിനെ കുറിച്ച് പറയുന്നതൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്ന് ഞാൻ ഓർക്കാണ്. ഞങ്ങൾ 5-6 പേരുണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ട് അവിടെ നടന്നു. അതൊക്കെ നമ്മളൊന്ന് കാണേണ്ടതാണ്. നമ്മുടെ ഒരു അംഗത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു വളരെ അഭിമാനം തോന്നും. അത്രമാത്രം പ്രശസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത്
ഈ കുടുംബത്തിൻ്റെ പേര് ഇത്രമാത്രം ഉയർത്തിയതിന് ജോയ്സിനെ നമ്മൾ എന്തുമാത്രം ആദരിച്ചാലും പോരാ. അങ്ങനെ ഒരു വ്യക്തിത്വം നമുക്ക് ഇതുവരെ ഉണ്ടായില്ല. ആ ജോയ്സിന് കുടുംബത്തിൻ്റെതായിട്ടുള്ള എല്ലാ ആശംസകളും എല്ലാ അഭ്യുന്നതികളും ഞങ്ങളെ അർപ്പിച്ചുകൊള്ളുന്നു. പിന്നെയുള്ളത് ഇവിടുത്തെ കൊച്ചുമോൻ്റെ മോള് തുഷാര ജോഷി അഖില മലങ്കര മത്സരത്തിൽ 7ാം ക്ലാസ്സിൽ അതോ 8ാം ക്ലാസ്സിലാണോ നമ്മൾ 8ാം ക്ലാസ്സിൽ അഖില മലങ്കരയിൽ 1ാം സ്ഥാനം നേടി. അത് ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം. അങ്ങനെ നേടിയ ഒരു കുട്ടിയാണ് ഇവിടുത്തെ മോള് തുഷാര ജോഷി. അവളുടെ പഠിത്തത്തിലും അവൾ വളരെ മികവ് കാണിക്കുന്നുണ്ട്. 8ാം ക്ലാസ്സിലായി. അവളും വളർന്നു വന്ന് നമ്മുടെ കുടുംബത്തിന് ഒരു അഭിമാനമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തുഷാര ജോഷി, തുഷാര എന്തിയെ മോളെന്തിയെ? ഒന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ഒന്ന് കാണട്ടെ. ഇങ്ങോട്ടൊന്ന് വന്നേ, കാണട്ടെ എല്ലാവരും. മോളെ നിങ്ങൾ കണ്ടു. മോക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ പ്രചോദനം കൊടുക്കുവാൻ തക്കവണ്ണം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഹൃദയത്തിൽ അവൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നീ ചെയ്തിട്ടുള്ള എല്ലാ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേര് അത്രമാത്രം ഞങ്ങളെ കൂടെ ഉയർത്തുന്നത്. എല്ലാ നന്ദിയും നിനക്ക് ഞങ്ങൾ നേർന്നുകൊള്ളുന്നു. ഒരു ചെറിയ ഉപഹാരം നിനക്ക് തരുവാൻ വേണ്ടി ഇവിടെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് കൊടുക്കുന്നത് PJ ജോൺ, നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. മുല്ലശ്ശേരിയിലെ കുഞ്ഞുഞ്ഞിൻ്റെ ഓർമ്മയ്ക്കായിട്ട് മനോജും സിസ്റ്ററും കൂടെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു എൻഡോമെൻ്റാണ്. ചാരിറ്റി ഓർ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. അങ്ങനെ കിട്ടിയ അതിൻ്റെ പലിശയാണ് നമ്മൾ കൊടുക്കുന്നത്. 5000 രൂപയാണ് കൊടുക്കുന്നത്. 5000 രൂപ മോക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രസിഡന്റ് അച്ഛനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പത്താം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ഈ വർഷം എല്ലാം A+ വാങ്ങിച്ച് ജയിച്ചതായിട്ട് ഇവിടെ അറിഞ്ഞിട്ടുള്ളത് ഒരാൾ മാത്രമേ ഉള്ളൂ. റൂബേൻ ഷിബിൻ. ഇവിടെ വന്നിട്ടുണ്ടോ ആളെ? റൂബേൻ ഇങ്ങോട്ട് വന്ന്. റൂബേൻ ഷിബു. പിന്നെ നിങ്ങൾക്കറിയാം, കണ്ണന്തുരത്തിലെ ഷിബുവിൻ്റെ മോൻ. ഷിബു ഇവിടെ ഇരിപ്പില്ലേ? ഉണ്ട്. അതേ കണ്ട 2 കഴിയുമ്പോൾ. അപ്പോൾ ആളിവിടെ ഉണ്ട്. 10ാം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിനും A+ വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ഇല്ലേ? നിസ്സാര കാര്യമല്ല. അപ്പം അങ്ങനെ എല്ലാത്തിനും A+ വാങ്ങിച്ച് ഞങ്ങളുടെയും കൂടെ പേര് ഔന്നത്യത്തിലാക്കിയതിന് നിനക്ക് കുടുംബത്തിനായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അപ്പോൾ ആ പ്രൈസ് വല്ലതും കരുതിയിട്ടുണ്ടായിരുന്നു? SSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന ഒരു പ്രൈസ് കൊടുക്കാറുണ്ട്. കവർ ചെയ്യാൻ തരും. കവർ ഞാൻ തരും. കവർ തരുന്ന തന്നെ മതി. ഇതിനകത്ത് കവർ അപ്പം അവനുള്ള സമ്മാനവും അച്ഛൻ കൊടുത്തു. ഇനിയും പ്രത്യേകിച്ച് ആരെയും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മൾ ഇങ്ങനെ അറിയുന്നതുണ്ടെങ്കിൽ അച്ഛനെയോ സെക്രട്ടറിയോ ഒക്കെ അറിയിക്കണം നിങ്ങൾ. എങ്കിലേ നമുക്കിങ്ങനെ പറയാൻ പറ്റുള്ളൂ. അടുത്തതായിട്ട് ഞാൻ മൈക്ക് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ആശംസ പ്രസംഗത്തിനായിട്ട്. കൊടുവയിലെ കുടുംബയോഗത്തിൻ്റെ 45ാമത് വാർഷിക റിപ്പോർട്ട്. മാന്യ കുടുംബാംഗങ്ങളെയും
കൊടുവേലിൽ കുടുംബയോഗത്തിൻ്റെ 2015-16 വാർഷിക പൊതുയോഗം ചാക്കാലിയിൽ എബിസൺ സി ഉതുപ്പ് കുഞ്ഞവറാച്ചൻ്റെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു. അന്നേ ദിവസം സമ്മേളനത്തിൽ വേർപിരിഞ്ഞ പരേതർക്ക് വേണ്ടിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും വിശുദ്ധ കുർബാന പരിയാരന്മാർ അപ്രയം പള്ളിയിൽ അർപ്പിച്ചു. 10 മണിയോടുകൂടി ബഹുമാനപ്പെട്ട കണ്ണന്തിരത്തിൽ ഉതുപ്പ് സാറിൻ്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ കലാപരിപാടികൾ നടത്തപ്പെട്ടു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ പ്രസിഡന്റ് കുര്യോപ്പച്ചൻ അധ്യക്ഷനായിരുന്നു. PV ജോസഫ് പുത്തമ്പരിയിൽ സ്വാഗതം ആശംസിച്ചു. അതേ വർഷം കടന്നുപോയ പരേതരെ അനുസ്മരിച്ചുകൊണ്ട് CB ജോൺ ചെത്തിക്കുളം പ്രസംഗിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ബഹുമാനപ്പെട്ട ഉതുപ്പച്ചൻ കുടുംബത്തിലെ പല യുവാക്കളും എത്തിച്ചേർന്ന പദവിയെക്കുറിച്ചും ജിനേഷ് പറക്കി അച്ഛൻ്റെ സേവനങ്ങളെക്കുറിച്ചും പ്രസംഗിച്ചു. അന്നേ ദിവസം മൈലപ്ര പള്ളിയിൽ വെച്ച് പരിശുദ്ധ ബാബാ തിരുമേനിയുടെ കയ്യിൽ നിന്നും അവാർഡും പ്രശംസാ പത്രവും വാങ്ങിച്ചതിന് ശേഷം എത്തിച്ചേർന്ന ജിനേഷ് പറക്കി അച്ഛനെ പൂച്ചെണ്ട് കൊടുത്ത് പൊതുയോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. കുടുംബയോഗത്തിൻ്റെ പ്രവർത്തന മികവിൽ ഫാദർ കുര്യോപ്പച്ചൻ നടത്തുന്ന സ്വാധീനങ്ങളെക്കുറിച്ച് ഫാദർ ദിനേശ് വർക്കി അച്ഛൻ സംസാരിച്ചു. വിവിധ മേഖലകളിൽ പ്രശംസ വിജയം നേടിയ കുട്ടികളെ ജിജി മനോജ് മുല്ലശ്ശേരിയിൽ അനുമോദിച്ചു. ഭക്ഷണത്തിന് ശേഷം യോഗ നടപടികൾ പുനരാരംഭിച്ചു. നിലവിലുള്ള ഭാരവാഹികൾ എല്ലാവരും തുടരുവാൻ യോഗം തീരുമാനിച്ചു. അടുത്ത വർഷത്തേക്ക് കുടുംബയോഗം കൊടുവേലി ശാഖയിൽ നടത്തുവാൻ തീരുമാനിച്ചു. 1 വർഷത്തെ കൂടി നമ്മളെ ഓരോരുത്തരെയും നടത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവത്തെ സ്തുതിക്കുകയും വരും വർഷത്തിലെ നല്ല നടത്തിപ്പിനായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് കുടുംബാംഗങ്ങളുടെ അറിവിനും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നു. മഹത്വമുണ്ടായിരിക്കട്ടെ. കുഞ്ചാർ പറഞ്ഞത് എൻ്റെ പ്രസംഗം കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു വേറെ ഇനി പ്രോഗ്രാം ഉണ്ടോയെന്ന് ചോദിച്ചു. വാച്ചാൽ ഇനി 5 മിനിറ്റോട് 1 മണിയാകാനായിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമുക്ക് എടുക്കാവുന്ന സമയം 5 മിനിറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 1 മണി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവരുണ്ട്. ചിലപ്പം 1 മണി കഴിഞ്ഞാൽ ഈ ഷീറ്റിൻ്റെ അടിയിലിരിക്കുമ്പോൾ വയലൻ്റ് ആകാൻ സാധ്യത ഉണ്ടാകുമായിരിക്കും. ഞാനിവിടെ കയറി വന്നപ്പം ഡോക്ടറുടെ ക്ലാസ്സാണ് കേട്ടത്. ഇന്ന് രാവിലെ ഞാനൊരു പട്ടംകുടയിൽ സംബന്ധിക്കാൻ പോയി. നമ്മുടെ ജോയിസും കുടുംബസഹിതം ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായ ഒരു സംഭവം അവിടെ ചുരുക്കി പറയാം. പട്ടം കൊടുക്കേണ്ട തിരുമേനി കുർബാന ആരംഭിച്ച് പെട്ടെന്ന് മോഹാലസ്യപ്പെട്ടു പോയി. ഒരച്ഛൻ ബാക്കി കുർബാന പൂർത്തീകരിച്ചു. പ്രഷറും ഷുഗറും നോക്കിയപ്പോൾ വളരെ ലോ ആയി. പെട്ടെന്ന് ആരോ ഇച്ചിരി പഞ്ചസാര കലക്കി കൊടുത്തു. പക്ഷേ നോർമലായില്ല. പട്ടം കൂടെ നടത്തണമെന്ന് തിരുമേനിനെ വേണം. അച്ഛന്മാർ എത്ര പേരുണ്ടെങ്കിലും കാര്യം നടക്കുകയില്ല. വളരെ സ്റ്റക്കായി, വളരെ പ്രയാസം. എന്ത് ചെയ്യും? പഴയ സെമിനാരിലാണ്. കോട്ടയത്തെ ടൗണിലൊക്കെ ആണെങ്കിൽ പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും ക്രമീകരണം ചെയ്യാൻ പറ്റുമോ? ദേവലോകത്തെ അറിയിച്ചു. അപ്പോൾ അവരുവിന് ഒരു പക്ഷേ ഇപ്പോൾ പ്രോഗ്രാമൊന്നും എടുക്കാതെ റെസ്റ്റ് എടുക്കുന്നൊരു സമയമാണ്. നിങ്ങൾക്കറിയാം, തിരുമേനി അത്ര ആരോഗ്യപരമായ അത്ര നല്ലൊരു കണ്ടീഷനിലല്ല നിൽക്കുന്നത്. ഒരു പ്രോഗ്രാമും അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന സമയമാണ്. എങ്കിലും സാഹചര്യം മനസ്സിലാക്കി തിരുമേനി ഒരു പക്ഷേ കുളിച്ചു തൊങ്ങുന്നേ ഉള്ളായിരിക്കും. അവിടെ നിന്ന് തിരുമേനി വളരെ വേഗം സെമിനാരിൽ എത്തിച്ചേർന്നു. പട്ടംകുട ശുശ്രൂഷ നടത്തി. അതുകൊണ്ട് ഞങ്ങൾ പട്ടംകുടയൊക്കെ ഒത്തിരി താമസിച്ചു. ഇവിടെ സമയത്തൊക്കെ എത്തിച്ചേരാൻ ആഗ്രഹിച്ചതാണ്. ഞാനിപ്പോൾ ചുമതല വഹിക്കുന്ന പള്ളിയിൽ ഇന്ന് ഈ സമയത്തൊരു കല്യാണം നടക്കുകയാണ്. എൻ്റെ കൂടെ വേറൊരു അച്ഛനുണ്ട്. അച്ഛനെ എല്ലാ കാര്യം ചുമതലപ്പെടുത്തി ഇന്നലെ തന്നെ രജിസ്റ്റർ കൃത്യമായിട്ട് എഴുതി എല്ലാം ഏൽപ്പിച്ച് അച്ഛൻ നടത്തണം ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ ഒരു ആൾ വിളിച്ചു, ഫോൺ ചെയ്തിട്ട് ആളെ പരിചയപ്പെടുത്തി. സ്ത്രീ ശബ്ദമാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛ, അടുത്ത 1-ാം തീയതി കുടുംബയോഗമാണല്ലോ, കുടുംബയോഗം കൂടും പറയണം. എല്ലാം നല്ല കാര്യമാണ്, പക്ഷേ വീട്ടിൽ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്നൂടെ പറയണം. വീട്ടിലെ നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്നൂടെ പറയണം എന്നോട് പറയും. അപ്പം നമ്മളിങ്ങനെ പുറമേ കാണുമ്പം എല്ലാം വലിയ സന്തോഷമാണ്. എല്ലാവരുടെയും കാര്യത്തിൽ, എല്ലാ കുടുംബങ്ങളുടെയും കാര്യത്തിൽ, എല്ലാ വീട്ടിലെ കാര്യം. പക്ഷേ ഉള്ളിൽ അത്ര
നല്ല കണ്ടീഷനായിരിക്കില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ സൂചന തുറന്ന് എന്നോട് പറഞ്ഞു. നമ്മൾ ഈ കുടുംബം പരസ്പര സ്നേഹം കാണുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു സുസ്ഥിരമായ കുടുംബത്തിൻ്റെ അംഗങ്ങളായി തീരേണ്ടത് ആവശ്യമാണ്. എനിക്ക് എന്നെക്കുറിച്ച് തന്നെ അറിയാം. പ്രത്യേകിച്ച് ഞാനിപ്പം സേവനം അനുഷ്ഠിക്കുന്ന ദേവാലയത്തിൽ മറ്റൊരച്ഛൻ കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് വളരെ കൃത്യമായിട്ട് എന്നെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ട്. ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 2 അച്ഛന്മാരോട് പുറത്തിറങ്ങുമ്പോഴേ ആളുകളെല്ലാം അച്ഛൻ്റെ അടുത്ത് കൂടും. കൊച്ചുകുട്ടികളൊക്കെ വളരെ താല്പര്യത്തിൽ അച്ഛൻ്റെ കയ്യെ പിടിക്കുകയൊക്കെ ചെയ്യും. മുറിയിൽ ചെന്ന് അച്ഛൻ്റെ മടിയിലിരിക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. ഞാൻ എൻ്റെ മുറിയിൽ ചെന്നിരിക്കുമ്പോഴേ ഒരുത്തരും എൻ്റെ അടുത്ത് വരാറില്ല. ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഒറ്റ നടപ്പിലും മുറിയിലോട്ട് പോകുമ്പോൾ ആരും എന്നെ കൊണ്ട് വിഷയമെന്ന് പോലും ചോദിക്കാറുമില്ല. അഥവാ ആരെങ്കിലും എൻ്റെ മുറിയിലോട്ടൊന്ന് വരുന്നത് തന്നെ വല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ വേറെ ഒരു കാര്യത്തിനും വരാറുമില്ല. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ഈ പോക്ക് ശരിയല്ലെന്ന്. ഞാൻ ഈ ആളുകളൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ആളുകളെ കാണുമ്പം എന്നാ ഉണ്ട് വിശേഷം, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, നന്നായിട്ട് പഠിക്കുന്നുണ്ടോ, ഫസ്റ്റ് റാങ്ക് ആണോ, അമ്മയ്ക്ക് എന്നാ ഉണ്ട് വിശേഷം, പപ്പയ്ക്ക് എന്നാ വിശേഷം എന്നൊക്കെ ചോദിക്കണം. അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ പിള്ളേരൊക്കെ നല്ല ബന്ധം അച്ഛന്മാരുമായിട്ട് നിലനിർത്തും എന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പം ഞാനതുകൊണ്ട് ഒരു തീരുമാനമെടുത്തു, ഇനിയും എൻ്റെ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറണം, ആളുകളുമൊക്കെ നല്ലൊരു ബന്ധം കാത്ത് സൂക്ഷിക്കണം. അപ്പോൾ ഞാൻ തുടങ്ങി ഈ പരിപാടി. എന്താ പരിപാടി? അപ്പോൾ കുറച്ച് കാലം മുമ്പ് ഞാൻ ഈ ഒരു വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ വീട്ടിൻ്റെ മുറ്റത്ത് കയറുമ്പം സാധാരണ കാണാത്തൊരു കാഴ്ച കണ്ടു. അവിടെ മുറ്റത്ത് കുട്ടികൾ കളിക്കുക. അതും എനിക്ക് തോന്നുന്നു ഒരു 5-8 കുട്ടികളുണ്ടെന്ന് തോന്നുന്നു. അയലോകത്തെ കുട്ടികൾ കാണും, അവരുടെ ബന്ധുക്കൾ ഒക്കെ ഉള്ളവർ കാണും. ഇതെല്ലാം ഉണ്ട്. സാധാരണ ഇപ്പോൾ അങ്ങനെ ഒരു കാഴ്ച കാണാറില്ല. ഒന്നുകിൽ ടി വിയുടെ മുന്നിലായിരിക്കും, അല്ലെങ്കിൽ ലാപ്ടോപ്പിന് മുന്നിലായിരിക്കും. കുറഞ്ഞ പക്ഷേ ഒരു മൊബൈൽ ഫോണെങ്കിലും കൈ കാണും, അത് വെച്ചുകൊണ്ടാണ് പിള്ളേരിലായിരിക്കുന്നത്. അല്ലെങ്കിൽ കുട്ടികളൊന്നും മുറ്റത്തിറങ്ങി കളിക്കുന്ന ഒരു പതിവൊന്നും നമ്മുടെ നാട്ടിൻപുറത്തില്ല. മറ്റെന്ത് ഈ വഴി മുഴുവൻ നാടൻ ബന്ധുകളിയല്ലേ. അപ്പം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പക്ഷേ ഈ വീട്ടിൽ ഇങ്ങനെ കുട്ടികൾ ആവേശത്തോടെ കളിക്കുക. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കാരണം വെച്ചാൽ ഒന്ന് ഈ കുട്ടികളുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാൻ കിട്ടിയൊരു നല്ല അവസരം. ഞാനും ഈ കുട്ടികളെ പോലെ ആകണം, അവരോട് കൂടി ചേരണം, അവരോടുകൂടി കളിക്കണം. അപ്പോഴേ ഈ കുട്ടികളെ ഒന്ന് വിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു, മക്കളെ, അതൊരു നല്ല ചോദ്യമല്ലേ വാക്കാ. കാര്യം ഇന്നലെ യോഗ്യനെ വായിച്ചപ്പോഴാണ് മനസ്സിലായത്, നേരത്തെയും വായിച്ചിട്ടുള്ളതെങ്കിലും കർത്താവ് ഈ 65 വയസ്സുള്ള പത്രോസിനെയും 25 വയസ്സുള്ള യോഹന്നാനെയും വിളിച്ചു. എന്താ വിളിച്ചത്? എന്ത് വിളിച്ചു? കുഞ്ഞുങ്ങളെ എന്നാ വിളിച്ചത്. ആണോ? വേദപുസ്തകത്തിൽ അങ്ങനെയാ വായിച്ചത്, കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചു. അപ്പം ഞാനും ഈ പിള്ളേരെ വിളിച്ചു, മക്കളെ. പിള്ളേർ സന്തോഷമായി. എന്താ വെച്ചാ നിങ്ങളെന്താ കളിക്കുന്നത്? പിള്ളേർ കള്ളനും പോലീസും അച്ഛാ കളിക്കുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ആവേശമായി. അപ്പം ഞാൻ ചോദിച്ചു, ആട്ടെ അച്ഛനെ കൂടെ കളിപ്പിക്കുമോ? അച്ഛൻ വാ, ഞങ്ങളോട് കളിക്കാം. അപ്പം എൻ്റെ ഉദ്ദേശം മുഴുവൻ ഈ പിള്ളേരെ ആയിട്ടൊന്ന് ചൂടി ചേരണമെന്നുള്ളത്. ഞാൻ ചോദിച്ചു, എന്താ? ഞാൻ നിങ്ങളോട് കളിക്കാം. എന്താ കളിക്കണ്ടേ? അച്ഛൻ കള്ളനാണോ? അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് അവിടുന്ന് മാറി. ഈ പിള്ള മനസ്സിൽ കള്ളമില്ലെന്നുള്ള പഴഞ്ചൊല്ലിൻ്റെ അകത്ത് കുറേ കാര്യമുണ്ടെന്നും മനസ്സിലായി. അപ്പം നമ്മൾ ഈ കുടുംബം കൂടുതൽ ഭദ്രമായ കുടുംബ അന്തരീക്ഷങ്ങൾ ഉണ്ടാകാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നല്ല അടിസ്ഥാനമുള്ള കുടുംബങ്ങളായി തീരുക. ദൈവാശ്രയമുള്ള കുടുംബങ്ങൾ ഉണ്ടാകുക. ഭൗതികമായ നേട്ടങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ ഭദ്രത നഷ്ടപ്പെടുന്നത്. ഒരു കാലഘട്ടത്തിൽ ഒന്നുമില്ലായ്മയിൽ ദാരിദ്ര്യത്തിൽ ജീവിച്ചപ്പോൾ കുടുംബങ്ങൾക്കൊരു ഭദ്രതയുണ്ടായി. ഇന്നെല്ലാം ലഭ്യമായപ്പോഴാണ്
ഈ കുടുംബങ്ങളുടെ ഭദ്രത നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഒറ്റ കാര്യം പറയാനുള്ളൂ, സമയം ഒന്ന് കഴിഞ്ഞു. നല്ല അടിസ്ഥാനമുള്ള, ഭദ്രതയുള്ള, പ്രാർത്ഥനയുള്ള, ആരാധനയുള്ള, ദൈവിക ബോധ്യമുള്ള കുടുംബങ്ങൾ ഉണ്ടാകുക. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇവിടെ എല്ലാ മാസവും അവസാനം ചൊവ്വാഴ്ച നടക്കുന്ന പ്രാർത്ഥനയിൽ അല്പം പ്രയാസമൊക്കെ സഹിച്ചാണെങ്കിലും താമസിച്ചാണെങ്കിലും ഒക്കെ വരും, സംബന്ധിക്കും, കാണാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ഈ മെയ് 1-ാം തീയതി ഇന്ന് ഈ സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് താമസിച്ചത്. ഉച്ചകഴിഞ്ഞ് മറ്റൊരു കാര്യത്തിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഈ ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ അധികം വൈകാതെ ഞാനങ്ങ് പോവുകയും ചെയ്യും. എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. തുഷാര ജോഷി, എമി അന്ന സുനിൽ, നെറി കെ ലിജോ, ജൻസ ആൻഡ് ജസിൻ, നിരഞ്ജന സാറ ബിനോയ്, ബിനോയ് അല്ല ബെന്നി, നിയുക്ത ആൻഡ് സാന്ത, അലോന അന്ന അനീഷ്, ഷർമിൻ ലാൽ, സേറ അനിൽ ജോൺ, ശ്രിയ അനിൽ ജോൺ, സോഫിയ മേറി ജോയിസ്, അജൻ അനീഷ്, പാട്ടുപുസ്തകം കിട്ടിയത് നിങ്ങളൊക്കെ കണ്ടു കാണും. ഓർത്തഡോക്സുകാരൻ എഴുതിയ പാട്ടുകളാണ് അതിനകത്ത് മുഴുവനുള്ളത്. പേരതിൻ്റെ പുറത്തുണ്ട്. PC എബ്രഹാം എഴുതിയ പാട്ടുകളാണ് മുഴുവനുള്ളത്. അത് നന്നായിട്ട് പഠിക്കണം. നല്ല പാട്ടുകളാണ്. അതിൻ്റെ CD ഉണ്ട്, മേടിക്കേണ്ടവർക്ക് വാങ്ങിക്കാം. ചെത്തിക്കുളത്ത് മറ്റത്തിലെ 2 പിള്ളേർ രാവിലെ ഒരു പാട്ട് പാടിയായിരുന്നു. അവർ 2 പാട്ട് പാടാനായിട്ട് വരണം. രാവിലെ പാടി പാട്ടേ പാടാം. സമ്മാനമുണ്ട്. കുഞ്ഞുമലകെ കുഞ്ഞുമലകെ കൂടെ കളിക്കാൻ വാ. കുഞ്ഞുമലകെ കുഞ്ഞുമലകെ കൂടെ കളിക്കാൻ വാ. കുഞ്ഞുങ്ങളാകും ഞങ്ങളോടൊപ്പം കൂടെ നടക്കാൻ വാ. കുഞ്ഞുമലകെ കുഞ്ഞുമലകെ കൂടെ കളിക്കാൻ വാ.
കുഞ്ഞുമാലകെ കുഞ്ഞുമാലകെ കൂടെ കളിക്കാൻ വാ. കുഞ്ഞുങ്ങളാകും ഞങ്ങളോടൊപ്പം കൂടെ നടക്കാൻ വാ. ഇനി ആ ഷർവില്ലാൽ നിരഞ്ജന എന്ത് പാടിയതാണ് ഈ വർഷത്തെ കണക്ക് മൊത്തത്തിലൊന്ന് വായിക്കാം. മൊത്തത്തിലെന്ന് പറഞ്ഞാൽ റഫായിട്ട് ഒരാഴ്ച. ദൈവകൃപയാൽ ഈ വർഷത്തെ നമ്മുടെ യോഗം വളരെ ഭംഗിയായി തന്നെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് ഇവിടെ വന്ന പ്രസംഗം അല്ലെങ്കിൽ ധ്യാനം നടത്തിയ അച്ഛൻ വളരെ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്തു. നമുക്കത് വളരെ പ്രയോജനമായിരുന്നു. കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. നമുക്കത് വളരെ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. അച്ഛനെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ പ്രസിഡൻ്റ് അച്ഛൻ വളരെ തിരക്ക് പിടിച്ച ദിവസമായിരുന്നു അച്ഛന്. അതിനിടയിൽ അച്ഛൻ ഓടി ഇവിടെ വന്ന് കൂടുതൽ സമയവും നമ്മളോടൊപ്പം ചെലവഴിച്ചു. അച്ഛന് നന്ദി പറയുന്നു. കലാപരിപാടികൾ അവതരിപ്പിച്ച കൊച്ചുകുട്ടികൾ, പ്രസംഗാശംസാ പ്രസംഗം നടത്തിയ പ്രസംഗകർ എല്ലാവരോടും നന്ദി പറയുന്നു. ഈ കൊച്ചുകുട്ടികളോട് എല്ലാം നന്ദി പറയുന്നു. ഇവിടെ വന്ന് സംബന്ധിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ഈ വീട് ഒരുക്കി തന്ന കൊച്ചുമോനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം ഒന്ന് ഭംഗിയായിട്ട് സംഘടിപ്പിക്കുക. ഭംഗിയായി, ഭക്ഷണമൊക്കെ നന്നായിരുന്നു. കൊച്ചുമോനോടും നന്ദി പറയുന്നു. തീർച്ചയായും ഞാനത് നേരത്തെ പറഞ്ഞായിരുന്നു. ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.